എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൺമണി സേ ഹായ്. ഹായ്. ഇന്ന് സൺഡേ ആണ് കേട്ടോ. നമ്മൾ അശ്വിൻ സേ ഹായ്. ഹായ് ഹലോ. നമ്മളിന്ന് പോകുന്നത് അശ്വിൻ്റെ അജ്ജിൻ്റെ വീട്ടിലേക്കാണ്. അജ്ജിമനെ, അജ്ജി അപ്പ, അവിടെയുള്ള അപ്പൂപ്പൻ്റെ അമ്മ കേട്ടോ. അവരെ അജ്ജി അപ്പ എന്നാണ് വിളിക്കാറ്. അപ്പോൾ ഔവ അപ്പ, കൺമണി വിളിക്കും ഔവ അപ്പ, നമ്മൾ വിളിക്കും അജ്ജി അപ്പ എന്ന്. അപ്പം നമ്മൾ ഇന്ന് അവിടെ ഒരു ലഞ്ചിന് വേണ്ടി പോവാണ്. അമ്മ നമ്മൾ ലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അമ്മയുടെ ഏറ്റവും യങ്കർ സിസ്റ്റർ ആരെ മോനെ, ഞാൻ ഔവനെ കുറിച്ച് പറഞ്ഞു. ഔവ. അപ്പം നമ്മൾ അമ്മയുടെ ഇളയ സിസ്റ്റർ ഗൗരമ്മ വരുന്നുണ്ട് ബാംഗ്ലൂരിൽ. ഗൗരമ്മ പിന്നെ അവരുടെ മകൻ വരുന്നുണ്ട് സുവൻ. അപ്പം എല്ലാവരും ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു ലഞ്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട് അമ്മമ്മ. നമ്മളിപ്പോൾ നേരെ അങ്ങോട്ട് പോവാണ്. സമയം 1:45. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവർ 3 മണിയാകുമ്പോഴേക്ക് എത്തുള്ളൂ. പിന്നെ മഹേഷും ലാവണ്യും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു ഫാമിലി ലഞ്ചാണ്, അപ്പം എല്ലാവരെയും കൂട്ടിയിട്ടുള്ള വ്ളോഗ് ചെയ്യാം. പ്ലസ് നമുക്ക് അമ്മാമ്മയുടെ വീട് കാണാം. അമ്മാമ്മയുടെ ഒരു ഹോം ടൂറാണ് കേട്ടോ. അമ്മാമ്മയുടെ വീട്ടിന് 50 വർഷത്തിനേക്കാളും മുകളിൽ വയസ്സുണ്ട്. അത്രയും പ്രായം കൂടിയൊരു വീടാണ്. പക്ഷെ 50 years മേലായിട്ടല്ല. അത് അപ്പ പർച്ചേസ് മാത്രമല്ല, കെട്ടിയതല്ലോ. അപ്പ വാങ്ങിച്ച വീടാണ് കേട്ടോ. അത് കെട്ടിയതല്ല. അവർ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു ടൈമിൽ ഇവിടെ വാങ്ങിച്ചിട്ടൊരു വീടായിരുന്നു. പിന്നെ ഇവരൊക്കെ ഒരു അമ്മയ്ക്കൊക്കെ ഒരു 10 വയസ്സോ അങ്ങനെ എന്തായപ്പോഴാണ് ഇവരിങ്ങോട്ട് വന്നത്, ദാവണഗിരിക്ക് വന്നത്. അപ്പം നമുക്ക് ആ ഒരു പഴയ വീട് അവർ ഓൾട്രേഷൻ ഒന്നും മാടിയില്ലല്ലോ. ഓൾട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. ഒരു 10 വർഷം മുന്നേ ചെറിയൊരു, അതായത് ഒരു ഏരിയ ഉണ്ടായിരുന്നു, ഒരു പാസേജ് ഉണ്ടായിരുന്നു. ആ പാസേജിന് അവർ 3 കടമുറികൾ കെട്ടിയിട്ട് റെൻറ്റിന് കൊടുത്തു. അത്രേ ഉള്ളൂ. വേറെ ഒരു വലിയ ഓൾട്രേഷനും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. നമുക്ക് ആ വീടും വീട്ടിന് ചുറ്റുള്ള വിശേഷങ്ങളും വീട്ടിൽ ചുറ്റിപ്പറ്റിയിട്ടില്ല. ആ മനെ ಹಿಂಗಡೆ ಸ್ಟೋರೀಸ್ ಮಿಸ್ಟರೀಸ್ ಅಜ್ಜಿ ಎಲ್ಲೆಲ್ಲ ಏನೇನೆಲ್ಲ ತೆಗೆದಿಟ್ಟಿದ್ದಾರೆ ಎಲ್ಲ ನಾವು ಇವತ್ತು ಹೋಗಿ കണ്ടിടിയാണ്. അമ്മാമ്മേൻ്റെ സാമ്രാജ്യമാണ് അത്. കാരണം അവിടെ ഒരു ഇല ഉണ്ടെങ്കിൽ അമ്മാമ്മയുടെ പെർമിഷൻ വേണം. ഈവൻ ഈ വീഡിയോ എടുക്കണമെങ്കിൽ പോലും അമ്മാമ്മേനോട് ചോദിച്ച് പെർമിഷൻ എടുത്തിട്ടേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ആ വീട്ടിൽ ഓരോ സാധനങ്ങളും നമ്മൾ തൊടണമെങ്കിൽ പോലും കുളിക്കണം, ഫ്രഷ് ആവണം, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ പോയ ഉടനെ അമ്മമ്മ ചോദിക്കും കുളിച്ചിട്ടാണോ വന്നതെന്ന്. അങ്ങനെയല്ല, അമ്മാമ്മയ്ക്കും അമ്മമ്മയുടെ സിസ്റ്റേഴ്സിനും കുറച്ച് ക്ലീൻലിനെസ് അധികമാണ്. അപ്പോൾ നമ്മൾ അത്രയും ക്ലീനായിട്ടായിരുന്നു പോകുന്നത്. അപ്പോൾ അമ്മാമ്മേനോട് ചോദിച്ചിട്ട് നമുക്ക് അമ്മാമ്മയുടെ വീട്ടിൻ്റെ ഓരോ കാര്യങ്ങൾ കാണാം കേട്ടോ. അവിടെ അനിത്തമ്മയുണ്ട്. മഹേഷും ലാവണ്യും ഡ്രോപ്പ് ചെയ്തിട്ട് ഹരിഹറിലേക്ക് തിരിച്ചു പോയി. കാരണം നമ്മളും വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ നമ്മളെ വെയിറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു. നമ്മൾ വീട്ടിൽ നിന്ന് പക്ഷെ ನಮ್ಮ ಮನೆಯಿಂದ ಅಜ್ಜಿ ಮನೆ ಎಷ್ಟು ದೂರ? ഹൗ ഫാർ? ഒരു 3 കിലോമീറ്റർ ഉണ്ട് അമ്മാമ്മയുടെ വീടും നമ്മുടെ വീടും തമ്മിൽ. അനിയപ്പോൾ അവിടെ ഉണ്ട് മോനെ. ഈ കാണുന്നത് ബോയ്സ് ഹോസ്റ്റലാണ് കേട്ടോ. ഈ ബോയ്സ് ഹോസ്റ്റലിൻ്റെ ഒക്കെ റോട്ടിൽ തന്നെയാണ് അമ്മാമ്മയുടെ വീട്. കാരണം അവിടെ മുന്നേ കുറേ വീടുകളൊക്കെ ഉണ്ടായിരുന്നു ആ റോഡിൽ. പക്ഷേ ഇപ്പം എല്ലാ വീടുകളും മാറി, അതൊക്കെ അവർ വിറ്റുപോയി, എല്ലാം കൊമേഴ്ഷ്യലായി അവിടെ. അപ്പോൾ ഈ അമ്മാമ്മയുടെ ഒരു വീടും 2-3 അങ്ങനത്തെ ഒരു വീടുകൾ മാത്രമേ അവിടെ ബാക്കിയുള്ളൂ ആ ഒരു ലൈനിൽ. ഇതിൻ്റെ പാരലൽ റോഡിലാണ് കേട്ടോ അവരുടെ വീട് വരുന്നത്. ഇതാണ് കേട്ടോ അമ്മമ്മയുടെ വീട്. ഞാൻ എൻ്റെ ഷോർട്സിലും കാര്യങ്ങളിലൊക്കെ ഈ വീട് കാണിച്ചിട്ടുണ്ട്. ഇതൊരു മെയിൻ റോഡാണ്. ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. രാത്രിയൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള റോഡാണ്. ഇത് ഭയങ്കര ബിസി ആയിട്ടുള്ള റോഡാണ് കേട്ടോ. ആ റോഡിൻ്റെ തൊട്ടടുത്താണ് ഈ വീട്. വരുന്നതാണ് അനിത്തമ്മ ഹായ് ഹെൽറി. അമ്മമ്മയുടെ വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു തെങ്ങിൻ്റെ മരമുണ്ട് കേട്ടോ. തെങ്ങുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ചെടികൾ, ഇതൊക്കെ അമ്മമ്മ ബാംഗ്ലൂരൊക്കെ പോയിട്ട് വരുമ്പം വാങ്ങിച്ചുകൊണ്ടിരുന്ന കുറച്ച് ചെടികളാണ്. ഇത് നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ വാങ്ങിച്ച ബൊഗൈൻ വില്ലാസാണ്. ഇതിൻ്റെ മുകളിലൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ മുകളിലൊരു ടെറസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് മുന്നേ ഇവരുടെ ഒരു പാസേജ് പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ റെൻറ്റിന് അവർ കൊടുത്തിരിക്കുകയാണ്. നമുക്ക് അകത്തേക്ക് പോകാം. അകത്ത് ഭയങ്കര സൗണ്ടായിരിക്കും. ഇവർ സാധാരണ സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നി ഇവർ വഴക്കടിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും?
വാട്ട് ഈസ് ഹാപ്പനിങ്? നമുക്ക് വീട്ടിൻ്റെ അകത്തേക്ക് പോവാം. ಏನು ಕಶು? ഇതാണ് നമ്മുടെ ഹാൾ. ಅಜ್ಜ ಅನಿತಬ್ಬ ಅಮ್ಮ ಏನು ಮಾಡ್ತಿದ್ದೀರಮ್ಮ ಇಲ್ಲಿ? ಏನು ಮಾಡಿದ್ರು ನೀವು? ಅನಿತಮ್ಮ ಹೋಳಿಗೆ ನಿಮ್ದಾ? തടിരെ. ഇതാണ് ഇവിടുത്തെ ഒരു ബെഡ്റൂം. ಅಮ್ಮ ಎಲ್ಲ ಬೆಡ್ಶೀಟ್ ಎಲ್ಲ ಚೇಂಜ್ ಮಾಡಿಬಿಟ್ರಲ್ಲ? ಎಲ್ಲ ಚೇಂಜ್ ಮಾಡಿದ್ದಾರೆ. ಏನು ಮಾಡ್ತಿದ್ದೀರಮ್ಮ? ഫേസ്ബുക്കാ? ഇത് അടുത്ത റൂം. ഈ റൂമിൽ ആരും കിടക്കാറില്ല കേട്ടോ. അമ്മമ്മ കണ്ടോ? ലൈറ്റ് ഓൺ ചെയ്യട്ടെ. ആ അമ്മ ഈ റൂമിൽ ലൈറ്റ് ഇಲ್ವಾ? അതെ, അമ്മമ്മ എന്നെ ചീത്ത വിളിക്കുന്നുണ്ട് കേട്ടോ. ഈ റൂം എന്തിനാ കാണിക്കുന്നത്? ഈ റൂമിൻ്റെ അകത്ത് ഒന്നുമില്ല. ഇവർ ഡ്രസ്സൊക്കെ വിരിച്ചിടാനും പച്ചക്കറിയൊക്കെ ഉണക്കാനും വെക്കുന്ന റൂമാണ്. ഇതാരും ഉപയോഗിക്കാറില്ല. പണ്ട് ഇത് അമ്മയുടെ റൂമായിരുന്നു. പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. എന്താ ഡ്രസ്സിങ് ഏരിയ. ഇവിടെ നിന്നാണ് അമ്മാമ്മ റെഡി ആവുക. അമ്മാമ്മയുടെ പക്ഷെ ഈ ലൈറ്റ് ഇവിടെ ಅಮ್ಮಮ್ಮയുടെ ಕ್ರೀಮು കാര്യങ്ങളൊക്കെ ഉണ്ട്. ಬಾತ್ರೂಮು ತೋರಿಸ್ತೀನಿ. ಅಲ್ಲಿ ಅಮ್ಮ ನೀವೆಲ್ಲ ಎಲ್ಲಿ ತೆಗೆದಿಟ್ಟಿದ್ದೀರಾ ನಿಮ್ಮ ಸಾಮಾನೆಲ್ಲ? ഇതെല്ല അമ്മാമ്മ കുറേ വർഷങ്ങളായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇതൊന്നും ഉപയോഗിക്കാനൊന്നും വിടൂല ആരെയും. ഉപയോഗിക്കുകയും ചെയ്യില്ല, ആരെ കൊണ്ട് ഉപയോഗിപ്പിക്കുകയും ചെയ്യില്ല. ഇതിൻ്റെ മുകളിലൊക്കെ ಪಾತ್ರಗಳಾണ് കേട്ടോ. ಈ ಪಾತ್ರಕ್ಕೆ എടുക്കാണ്ട് വെച്ചിരിക്കുന്ന ಪಾತ್ರಗಳാണ്. ಅಮ್ಮ ಎಷ್ಟು ಹಳೆ ಪಾತ್ರಗಳು ಇರ್ಬೋದು? മിനിമം 30 വർഷത്തിൽ കൂടുതൽ പ്രായമുള്ള സംഭവങ്ങളൊക്കെ ഇതിന് മുകളിലുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലൊക്കെ കയറാൻ അമ്മമ്മക്ക് മാത്രമേ അവകാശമുള്ളൂ. അത് അമ്മമ്മ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇതൊക്കെ തൊടുള്ളൂ. ഈ പറയുന്ന അമ്മമ്മ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു പൂജാമുറി. പൂജാമുറിയുടെ ലൈറ്റ് അമ്മ, പൂജാമുറി ലൈറ്റ് ഇവിടെ ഉണ്ട്. ഇതാണ് അമ്മാമ്മയുടെ പൂജാമുറി. ഇനി നമുക്ക് അമ്മാമ്മയുടെ അടുക്കളയിൽ പോവാം. ഇതാണ് കേട്ടോ അമ്മാമ്മയുടെ അടുക്കള. ഇവിടെ ഇതാണ് അമ്മാമ്മയുടെ അടുക്കള. ഇവിടെ ഒരു ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഇതാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അമ്മാമ്മയുടെ അടുക്കളയാണേ. അടുക്കളയിൽ എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മറ്റേ ഹോളികയാണ് കേട്ടോ. ഹോളികയിൽ തന്നെ അതായത് ഫില്ലിംഗ് ഇല്ലാത്ത ഹോളികയാണ്. അതെ, ഞാനൊന്ന് ലൈറ്റ് ഓൺ ചെയ്യട്ടെ. ഇവിടെ ലൈറ്റ് ഉണ്ട്. എനിക്കിവിടുത്തെ സ്വിച്ചൊന്നും അത്ര വലിയ പരിചയം പോരാ. അതാ. അപ്പോൾ നമുക്ക് അമ്മാമ്മയുടെ അടുക്കളയിൽ ഇവിടെ ഒബ്ബട്ട് ഉണ്ടാക്കാൻ വേണ്ടി കണ്ടു താഴത്തെ സ്റ്റൗ അവർ യൂസ് ചെയ്തേന്ന്. നമ്മുടെ വീട്ടിലുള്ള പോലത്തെ സ്റ്റൗ ഇത് അവിടെ ഉണ്ട് കേട്ടോ. ഒബ്ബട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പകുതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒബ്ബട്ടിൻ്റെ ഫില്ലിംഗ് ആണ് കേട്ടോ. പിന്നെ അതെന്തോ പപ്പടം പൊള്ളിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരു സാലഡാണ്. പിന്നെ ഇത് പാല്. ഇത് നമ്മുടെ എന്താ പറയുക കൊണ്ടാട്ടം ഒക്കെ. പ്ലേറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് സാമ്പാറായിരിക്കും. ഇത് സാമ്പാർ, ഇത് ചോറ്, പിന്നെ ഇത് ചട്നി. ഇതാണ് കേട്ടോ അമ്മാമ്മയുടെ കിച്ചൺ. ഈ സംഭവങ്ങളൊന്നും അമ്മമ്മ എടുക്കില്ല. ഇതൊക്കെ വെറുതെ ഒരു സ്റ്റൈലിന് വേണ്ടി ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുക. ഈ താഴെയുള്ള ഇത്രയൊക്കെ പാത്രങ്ങൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇതാ കൺമണി എത്തിയിരിക്കുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു ബാത്റൂമുണ്ട്. ഇത് ടോയ്ലറ്റ് അല്ല, കുളിക്കുന്നൊരു ബാത്റൂമാണ്.
പിന്നെ നമുക്ക് വേറെ സ്ഥലമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ 2 തെങ്ങുണ്ട്. ഈ വളപ്പിൽ മൊത്തത്തിൽ 3 തെങ്ങും 1 ചെറുനാരങ്ങയും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഉണ്ട്. ഇത് തുറന്നിട്ട് നല്ല കാറ്റുണ്ട്, കാരണം അടുക്കളയിൽ വേറെ ജനലും കാര്യങ്ങളൊന്നുമില്ല. ആ ജനൽ തുറക്കാൻ പറ്റില്ല കേട്ടോ, അത് വേറൊരു വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള വീടായതുകൊണ്ട് ആ ജനൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ മുകളിലൊക്കെ അമ്മമ്മ പാത്രം വെച്ചിട്ടുണ്ട്. ഇതാ ഇതിൻ്റെ മുകളിലൊക്കെ പാത്രം, ഇവിടെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വേണ്ടാത്ത കുപ്പിയും പാട്ടയൊക്കെ അതിൻ്റെ മുകളിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആവുന്നില്ലേ? ടാപ്പ് ಓಪನ್ ചെയ്യാൻ ಆവുന്നിಲ್ಲ. ಹಂಗೆ ಬರುತ್ತೆ ನೋಡ್ರಿ. ಮತ್ತೆ ಅನಿತಮ್ಮ ಹೇಳ್ರಿ, ಅಮ್ಮನ ಮನೆ ರೂಲ್ಸ್ ಹೇಳ್ರಿ. ಸ್ನಾನ ಮಾಡಬೇಕು ಡೈಲಿ, ಸ್ನಾನ ಮಾಡಬೇಕು, ಓ ಪೂಜೆ ಮಾಡಬೇಕು. ಹಾಂ, ಸ್ನಾನ ಮಾಡಿ ಅಡುಗೆ ಮಾಡಬೇಕು. ಅಡುಗೆ ಮನೆಗೆ ಎಂಟ್ರಿ ಅದರ್ವೈಸ್ ನೋ ಎಂಟ್ರಿ. ಅಲ್ಲಮ್ಮ? ಬೇರೆಯವ್ರ ಮನೆಗೆ ಹೋಗ್ತಿ ಬಾ, ಅವ್ರ ಮನೆಗೆ ಮಾತ್ರ ಕಂಡೀಷನ್ ಆಗಿ ಎಲ್ಲ ನಡಿಬೇಕು. ಸ್ನಾನ ಮಾಡಿ ನೀಟಾಗಿ ಪೂಜೆ ಮಾಡಿ ಅಡಿಗೆ നീറ്റാಗಿ ബട്ട ആക്കಬೇಕು ഫസ്റ്റ്. വെൽ ഡ്രസ്ഡ് ആവണം. നമുക്ക് കുറച്ച് പഴയ ഫോട്ടോസൊക്കെ കാണാം. കണ്ടോ ആ ഫോട്ടോ കാണിച്ചെടുത്തേ, ആ ഫോട്ടോ കാണിച്ചതാ. ആ, അതാരൊക്കെയാ പറ? സുവനല്ല മോനെ, ഇത് അശു. കാണിക്ക്, നേരെ കാണിക്കേ. അശുവും ഗൗരമ്മൻ്റെ മോള് ദീക്ഷ. ഡാഡി അവിടെ വെക്ക്. അമ്മ ഇത് ഗൗരമ്മൻ്റെ എൻഗേജ്മെന്റ് അല്ല, മധുവേന. ഇതാണ് ഗൗരമ്മ. ഗ്രീൻ ഇത് മധുവേനാ? ഓക്കെ. ഇതവരുടെ കല്യാണ ഫോട്ടോ ആണേ. ഇത് ദിനി അങ്കിൾ, അജ്ജ. ഇത് അജ്ജി US പോയിട്ടുണ്ടായിരുന്നു ഗൗരമ്മൻ്റെ അടുത്ത്, അപ്പം എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. അവരുടെ US പഴയ 2000 2001 അവർ US പോയപ്പോൾ എടുത്ത ഫോട്ടോ ആണേ. ഇത് ദീക്ഷ, ഗൗരമ്മ, അജ്ജി. ആ സമയത്ത് സുവൻ ജനിച്ച സമയമാണ്. അപ്പോൾ സുവൻ്റെ ഇതിന് വേണ്ടി പോയതായിരുന്നു, അവർ ഡെലിവറിൻ്റെ ടൈമിൽ പോയതാണ്. അമ്മ ഇത് സോനു അല്ല അമ്മ? സോണിയല്ല, ഇത് സോനു. ഇത് എൻ്റെ നാത്തൂന കേട്ടോ, ഗുണ്ട, അവളുടെ ഫ്രണ്ട്സ്. ഇതൊക്കെ കുറച്ച് ഷോപ്പീസ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് അജ്ജി. ഇത് കൺമണിയുടെ ഒരു ഫോട്ടോ. ಅಮ್ಮ ಇದು ನೀವು ಮಾಡಿರೋದಾ? ഇത് ഗൗരമ്മണ്ട? ആ, ഇത് ഗൗരമ്മ ചെയ്ത ആർട്ട് വർക്കാണേ. ഇത് അമ്മ വരച്ചതാണ്. അത് ഗുണ്ട, ആ മന്ദലായിട്ട് ഗുണ്ട അവള് ചെയ്ത. ഇതേ ഗുണ്ട. ಯಾವ್ದು? ಇದಾ? ആ, ഗുണ്ടന്റെ യൂണിഫോം. ആ, അശു ചെറുപ്പത്തിലുള്ള ഫോട്ടോ ആണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ നാത്തൂൻ്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ ആണേ. ഇത് അവളുടെ കോളേജിലെ ഫോട്ടോ. ഇതിൽ അവളെ നമുക്കൊന്ന് തപ്പിയെടുക്കാം. മേലേനാ? ആ, ഇതെല്ലാം ഞാൻ കാണിച്ചു പറഞ്ഞാൽ അവളെന്നെ തെറി വിളിക്കും. ಅವಳನಿಗೆ ಬೈತಾಳೆ. ಇದೆಲ್ಲ ತೋರಿಸಿದೆ ಅಂದರೆ. ഇത് അമ്മാമി ദീക്ഷ, ഗൗരമ്മൻ്റെ മൂത്ത മോളാണേ. ഇത് അമ്മാമ്മയും അച്ഛനും അമ്മാമ്മയുടെ സിസ്റ്ററിൻ്റെ വെഡിങ് ആനിവേഴ്സറിൻ്റെ ഇതിന് പോയപ്പോൾ എടുത്തൊരു ഫോട്ടോയാണ്. ഇത് ദീക്ഷ, സുവൻ, ദിനിയാക്കളും ഗൗരമ്മ. ഇത് അമ്മമ്മയാണ് കേട്ടോ. അമ്മമ്മ ഗുജറാത്തിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ്. ഈ ബോർഡൊക്കെ ഗുണ്ട ചെയ്തതാണ്.
ನನಗೆ ಗೊತ್ತಿಲ್ಲಪ್ಪ. ಅದು ಡಿಸ್ಪ್ಲೇ ಮುಗಿದಿದೆ. ಡಿಸ್ಪ್ಲೇ ಹೋಗೈತಿ, ಡಿಸ್ಪ್ಲೇ ಹಾಕ್ಸಕ್ ಬರ್ತೈತಿ ನೋಡೋಣ. ಬರಲ್ಲ. ಏ ಅಮ್ಮ ಎಲ್ಲ ಇದು ಫೋನಾ? ಇದನ್ನು ಏನೋ ಮುಗ್ದೋದ್ರಿ. ಏ ಮಹೇಶು, ನಿಂಗೆ ಶಂಗಡಿ ಅಲ್ಲ ಶಂಡಿಗೆ ಬೆಳ್ಳಿ ಬೇಕಾ? ನೀವಿಬ್ರು ಅಣ್ಣ ತಮ್ಮ. ನೀವು ಉಂಡ್ರೆ ನಮ್ಮ ಎಲ್ಲರೂ ಯಾವ ಊರ್ತಾನೆ ಉಂಡ್ರಿ? ಯಾವ್ದಾದ್ರು ಕೊಡ್ರಿ, ನಿನಗೊಂದು ಬಿಳೆ ಒಳಗೆ ಏನಾರ ಬೇಕಾ ಸ್ವತಿ? ಯಾವ್ದಾದ್ರು ಕೊಡ್ರಮ್ಮ. 2 ಒಂದಕ್ಕೆ ಹಾಕ್ಬಿಡ್ರಮ್ಮ ಸಾಕು. ಬಾಬಾ ಇಲ್ಲ ಹೇಳ್ತೀನಿ. ಚಪಾತಿ ಎಲ್ಲ ಪೂರಿ ಮಾಡಿದಾರೆ ನಿತಮ್ಮ. ಕೊಡ್ರಿ ಕೊಡ್ರಿ ಬೇಗ ಕೊಡ್ರಿ ಒಬ್ರು ಬಡ ಬಡ ತು ಇದನ್ನೇ ಹುಡಿನ 4 ಜನ ಅದಕ್ಕೆ ಇಷ್ಟು ಇದಾಯ್ತು. ಚಪಾತಿ ಕೆಂಪು ಆಯ್ತು. ಇಲ್ಲಿ ಟೇಸ್ಟ್ ಚೆನ್ನಾಗಿರ್ತದೆ. ಇದಕ್ಕೆ ಹಾಕು. ಇದು ಕೆಂಪು ಚಟ್ನಿ ಹಾಕಿ. ಹಾಕ್ತೀನಿ. ತುಪ್ಪ ಕೆಂಪು ಚಟ್ನಿ ಹಾಕ್ತೀನಿ. ಇದಕ್ಕೆ ಚಟ್ನಿ ತುಪ್ಪ ಹಾಕಮ್ಮ. ಇನ್ನೊಂದು ನೋಡಿಲ್ಲ ನೀನು. ಈ ತಿಂತ ನೋಡು. ನೋಡೋದು ಅದೇ ಇಲ್ಲ ಕುಂತಿದ್ದೆವು ಕುಂತಾವೆ. ಮಕ್ಕ ತಕೊಂಡ್ ಬಂದ ತಕ್ಷಣ ಉಣ್ಣ ಕೊಟ್ಬಿಡೋಣ. ದೀಕ್ಷಾ ಬಂದ್ಮೇಲೆ ಉಂತೀನಂತೆ ಗುಂಡಲ್ ಹೊಡ್ದವ್ರ. ಅಲ್ಲಡ್ದವ್ರ ವಿಡಿಯೋ ಹಾಯ್ ಇಲ್ಲ ಜಸ್ಟ್ ಮಾಡ್ತಿದ್ದೆ. You know what? When you used to see the play, how happy you used to be. You used to feel like you have seen. ಇರ್ಲಿ ಬಿಡ, ಗಾಳಿ ಹೊಡಕ್ತವೆ ಈಗ. നമ്മൾ ജസ്റ്റ് വീട്ടിലെത്തിയിട്ടോ. സുവൻ നമ്മുടെ കൂടെ ഇങ്ങോട്ട് വന്നു. അമ്മ, ഗൗരമ്മ, അനിത്തമ്മ അവർ ഹരിഹർക്ക് പോയി. ഇനി കുറച്ച് കഴിയുമ്പം മഹേഷും ലാവണ്യ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇന്ന് നമ്മൾ മാത്രം ഇവിടെ നിൽക്കാന്നുള്ള പ്ലാനായിട്ടോ. അതായത് സുവൻ വന്നതല്ലേ, അവൻ നമ്മളെ കുറേ നാളായിട്ട്, മഹേഷ് മുന്നേയൊക്കെ നമ്മുടെ കൂടെ വന്നിടയ്ക്ക് നിൽക്കുമായിരുന്നു, കല്യാണത്തിനൊക്കെ കുറേ നാൾ മുന്നേ. അപ്പോൾ ഇപ്പോൾ കുറേ ആയിട്ട് നമ്മുടെ കൂടെ അവരൊന്നും അങ്ങനെ വന്ന് നിൽക്കാനൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ നിൽക്കാം, അവർ ലേഡീസ് എല്ലാവരും കൂടെ ഒരു വീട്ടിൽ നിൽക്കട്ടെ എന്നുള്ള പ്ലാനായി. അങ്ങനെ ഇനിയിപ്പോൾ അവരൊക്കെ വരും. അത് നമ്മൾ രാത്രി എന്തെങ്കിലും കുഞ്ഞു ഫുഡും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നമ്മൾ കഴിക്കും. പിന്നെ അങ്ങനത്തെ കുറച്ച് ഗോസിപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ അമ്മാമ്മയുടെ വീടാട്ടോ നിങ്ങളെ കാണിച്ചു തന്നത്. കാരണം അമ്മമ്മയുടെ കുറേ വർഷം പഴക്കമുള്ള വീടാണ്. 10-50 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള അമ്മമ്മയുടെ ഒരു വീട്. പിന്നെ അതൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. താങ്ക് യു സോ മച്ച്.